ഹലോ, ഞാൻ സുനി സജി, രേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോറ്റുക, ഓപ്പോസിറ്റ് രേവതി ഗോൾഡൻ ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനം, സന്തോഷം, സ്വസ്ഥയൊക്കെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളെ വാഴട്ടെ. സമ്പൽ സമൃദ്ധിയാൽ യേശുവരെ നടക്കട്ടെ. ദീർഘായുസം, പൂർണ്ണ ആരോഗ്യം തന്ന് തൃപ്തി വരുത്തട്ടെ. മക്കൾ ലോകത്തിൽ ഉന്നതരും ക്രിസ്തുവേശ്വർ പ്രശസ്തരും ആകട്ടെ. ഇങ്ങനെ എല്ലാവരെയും നിങ്ങളും അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചോട്ടോ. ഈ അനുഗ്രഹം എല്ലാം നമുക്ക് തരും. അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടവരായതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. ശകാരത്തിന് ശകാരവും ശാപത്തിന് ശാപവും പകരം നൽകാതെ. ഇരമ്യാവ് 33:6. ഇത് ഭയങ്കര നമുക്ക് നമ്മൾ ഇത് മനസ്സിൽ ഓർത്തോട്ടോ. ഈ വചനമൊക്കെ ദൈവമേ അങ്ങ് രോഗശാന്തിയും ആരോഗ്യവും വരുത്തി ഞങ്ങളെ സൗഖ്യമാക്കുകയും സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സമൃദ്ധി ഞങ്ങൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. ആമേൻ ആമേൻ. ഈ വചന ആളത്വം പ്രാപിച്ച് നമ്മളെ ക്രിയ ചെയ്യട്ടെ. അപ്പോൾ ദൈവം രോഗശാന്തി ആരോഗ്യവും വരുത്തി നമ്മളെ സൗഖ്യമാക്കുക. അതൊക്കെ ഒരു അസുഖം, ഒരു പനി വരുമ്പോൾ അല്ല, ഒരു പല്ലുവേദന വരുമ്പോൾ അല്ല അതിൻ്റെ ബുദ്ധിമുട്ട് അറിയണേ. ആരോഗ്യമുള്ളപ്പോൾ ഇതിൻ്റെ ഒന്നും വില അറിയാൻ പാടില്ല. സമാധാനം ഇല്ലാണ്ട് വരുമ്പോഴും സത്യത്തിൻ്റെ ഇതൊക്കെ വരുമ്പോഴൊക്കെ നമുക്ക് ആ വില അറിയാവുള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ പുറകെ എപ്പോഴും നടക്കുക. ഇതെല്ലാം കയ്യിലുള്ള ആളുടെ പുറകെ നടക്കാം. അതാണിപ്പോൾ ഇത് ഉള്ളത്. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ നമുക്ക് ചുരിദാർ സെറ്റാട്ടോ, സോറി. അപ്പോൾ അതിന് മുമ്പ് വെബ്സൈറ്റിൽ എടുക്കുന്നവർ ആദ്യം വെബ്സൈറ്റിൽ നിന്ന് എടുത്തോ, നേരത്തെ വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്യും. അത് പിന്നെ ഓൺലൈനിൽ വാട്സപ്പ് കോൾ വിളിക്കണേ. ഇന്ന് നമ്മുടെ ഒരു VIP ഓൺലൈൻ പറയരുതെന്നൊക്കെ പറഞ്ഞേക്കണേ. നമ്മുടെ വലിയ വിജിലൻസിൽ വലിയ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളൊരു മാം വന്നപ്പോൾ വിളിച്ചിട്ട് കിട്ടിയില്ല. അപ്പോൾ ഓൺലൈനിലല്ല വിളിച്ചത്. അപ്പം പുള്ളിക്കാരി പ്രത്യേകം പറയും, ഞാൻ വന്ന് പറയരുത് എന്ന് പറയും. അതിനെയൊക്കെ കാണട്ടെ. എന്ത് സിമ്പിളാണ് എൻ്റെ ഹമ്പിളൊക്കെ. ദൈവമേ, ഞാൻ ഓർക്കും ഇങ്ങനെയൊക്കെ ഉള്ള മനുഷ്യരെ കാണുമ്പോൾ ഞാനൊക്കെ ഒത്തിരി പഠിക്കണം. അഹങ്കാരം ഇല്ലാണ്ട് ഇതൊക്കെ ആയിരിക്കും ദൈവം അത്രയും ഉന്നതികളിൽ എത്തിച്ചേക്കണേ. ഹസ്ബൻഡൊക്കെ സർജൻ, മക്കൾ, മോനൊരാൾ ഡോക്ടർ, ഒരാൾ എഞ്ചിനീയർ, പേര് പറയണില്ല, എന്നെ ഓടിക്കും. അത് കാരണം അപ്പം പിന്നെ എന്നതാ സ്വർണ്ണ വെബ്സൈറ്റിൽ നിന്ന് എടുക്കുക. പിന്നെ സ്കീമിൽ കൂടുന്ന ആരും മറക്കരുത് കേട്ടോ. അപ്പം ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ പറയാൻ മറന്നുപോയി. മറ്റേ എന്നും വീഡിയോ പറയുമ്പോൾ ഒരാളെങ്കിലും സ്കീമിൽ കൂടും. അപ്പോൾ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ രേവതിയിൽ ഒരു സ്കീമിൽ കൂടെ ഒരു പ്രാവശ്യം കൂടിയിട്ട് അടുത്ത ഓണം ഇഷ്ടപ്പെട്ടില്ലേ പിന്നെ കൂടണ്ട. അപ്പോൾ സ്കീമിൽ കൂടുന്ന കാര്യം മറക്കരുത്. അപ്പോൾ പിന്നെ എന്നാ, അപ്പോൾ ഇനി നമുക്ക് ചുരിദാർ കാണാം. ഇതൊരു നല്ല വെറൈറ്റി ചുരിദാറാട്ടോ. മൊത്തം ആപ്ലിക്ക് വർക്ക് പോലെ. ആപ്ലിക്ക് വർക്ക് ഈ കോട്ടൺ കോട്ടയിൽ, നല്ല ചെക്ക് കോട്ടയിൽ ആപ്ലിക്ക് വർക്ക് പോലെ ഇങ്ങനെ പീസ് വെച്ചിട്ട് അതിൽ എംബ്രോയ്ഡറി ചെയ്ത് പണ്ട് ഇങ്ങനത്തെ ഒരു വർക്കൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. ഇതേപോലെയല്ല, എന്നാൽ ഈ മുഖച്ചായൊക്കെ ഉള്ള പണ്ട് കാലങ്ങളിൽ. ഇതിൽ എന്നിട്ട് ക്രേപ്പിൻ്റെ ഷോള്, ബോട്ടം കോട്ടൺ, ബാക്ക് പ്ലെയിൻ ആട്ടോ. ഒറിജിനൽ കോട്ടയില്ലേ, കൂടിയ കോട്ട, അതിലാണ് ഈ വർക്ക് വന്നേക്കണേ. നല്ല രസമുണ്ട്, നല്ല ലെങ്തൊക്കെ ഉണ്ട്. 2199. നല്ല സെറ്റാണ്. ഇങ്ങനെ ചൂടും എടുക്കൂല, എന്നാൽ ഇങ്ങനെ ഫങ്ഷൻ വെയറിനൊക്കെ കളേഴ്സും ഭയങ്കര നല്ല ചാർട്ടൊക്കെ ആട്ടോ. ഇത് വെറൈറ്റി ഇരിക്കട്ടെ. വെറൈറ്റി ക്രേസുള്ള മനുഷ്യർക്കൊക്കെ അതെ എപ്പോഴും എല്ലാം ബനാറസൊക്കെ എല്ലാവർക്കും ഉണ്ടല്ലോ. ഇതൊക്കെ ഭയങ്കര നല്ല കളറും നമുക്ക് ഇടുമ്പോഴും ഭയങ്കര കംഫർട്ടായിരിക്കും, ചൂടൊന്നുമില്ല. പിന്നെ വർക്കൊക്കെ ആപ്ലിക് വർക്ക് പോലെ ചെയ്തേക്കണം. കാരണം അതിൻ്റെ കളർ ചാർട്ടും എന്ത് ഗ്രാൻഡാന്ന് വെച്ചാൽ പറയണ്ട. ഷോള് ഫുൾ വർക്കുണ്ട്. അത് തന്നെ ഷോൾ നയിച്ചിടാം. ബോട്ടം കോട്ടൺ, പ്യുവർ കോട്ടൺ, നല്ല കോട്ടൺ, അടിപൊളിയാണ്. പെട്ടെന്ന് എടുത്തു. എല്ലാ കളറും നിങ്ങൾക്ക് ഒരു കളർ പോലും ഇതിൽ മാറ്റി വെക്കാനില്ല കേട്ടോ. കഴുത്തിൻ്റെ ഷേപ്പൊക്കെ അവർ അടിച്ചു വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ആ ഷേപ്പ് നമുക്ക് മാറ്റാൻ പറ്റുമേ. അപ്പോൾ ലാസ്റ്റ് ഈ കളറോടെ ഉണ്ട്. ഗ്രാൻഡ് സെറ്റാട്ടോ. 2199 ഉള്ളൂ. പെട്ടെന്നായിക്കോട്ടെ. അടിപൊളി സെറ്റാണ്. ഇതൊരു പുതിയ വെറൈറ്റി നമ്മൾ ആദ്യമായിട്ട് ചെയ്യുക കേട്ടോ. ഈ മെറ്റീരിയൽ കണ്ടോ, ഫുൾ ഫ്രണ്ടും ബാക്കും ബനാറസ് ബുട്ടിയൊക്കെ ഉണ്ട്. ഒരു ടിഷ്യൂ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ, ഒരു സോഫ്റ്റ് ജോർജറ്റും അല്ല എന്നാൽ സിൽക്കും അല്ലാത്തൊരു ഷിഫോൺ പോലെയൊക്കെ തോന്നിക്കും.
ഷോൾ ഇങ്ങനെ ഡബിൾ ഷെയ്ഡ് ഷോൾ തന്നെ നമ്മൾ പണ്ട് എന്തെങ്കിലും കാണിച്ചു വിത്ത് ലൈനിങ്ങും ബോട്ടോടെ ആട്ടോ. ലൈനിങ്ങും ബോട്ടോ കൂടെയാണ്. 1499 ഉള്ള നല്ലൊരു ഗോൾഡൻ കളർ കേട്ടോ. ഇത് പെട്ടെന്ന് തീരൂട്ടോ, നിങ്ങൾ ചാടി വെബ്സൈറ്റിലെടുത്തോ. കാരണം നമുക്ക് ഇടാനും സൗകര്യം, നല്ല ഒരു ഡ്രസ്സാണ്, വിത്ത് ലൈനിങ് ആണ്. ഇത് നല്ല ഷോള്, നല്ല റെഡിഷ് മെറൂണാണ്. ഫ്രണ്ട് ബാക്ക് ബുട്ടയുണ്ട് കേട്ടോ, ബനാറസ് ബുട്ടയുണ്ട്. അപ്പോൾ പെട്ടെന്ന് എടുത്തോട്ടോ. കാരണം ആദ്യമായിട്ട് ചെയ്യുമ്പോൾ എല്ലാത്തിനും ഭയങ്കര ഡിമാൻഡായിരിക്കും. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന കുറച്ച് സാമ്പിൾ എടുത്തിട്ടുള്ളൂ. പിന്നെയാണ് മുന്തിരി കളർ കേട്ടോ. നല്ല സെറ്റല്ലേ ഇത്. ഇങ്ങനെ ഷോൾ ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ടാൽ മതി. അടിപൊളി സംഭവമാണ്. ബ്ലൂ എല്ലാ കളറും നല്ലതാണ്, നല്ല ഒതുങ്ങി കിടന്നോളും. സൂപ്പർ സംഭവം. ഗോൾഡൻ കളറ്, ഒരു നല്ല ഡാർക്ക് ഗോൾഡൻ ആട്ടോ. ആൻറ്റി ഒരു ബേജിൻ്റെ ഡാർക്ക് എന്ന് പറയാം. എല്ലാം വെറൈറ്റി ചുരിദാർ സെറ്റുകളാട്ടോ. എല്ലാം പുതിയ മോഡൽ അടിപൊളി ചുരിദാർ സെറ്റുകളാണ്. ഇത് കണ്ടോ, നോയാക്കോട്ടയുടെ ഒരു മെറ്റീരിയലാട്ടോ. അതിൽ ക്രോസ് സ്റ്റിച്ചിൻ്റെ റോസാപ്പൂക്കളുടെ ഇത് ഇവിടെ കണ്ടോ. ഇത് ഇങ്ങനെ വർക്ക് ചെയ്തിട്ട് നല്ല നമുക്കൊരു ഫങ്ഷൻ വെയറിനും ഇടാം, ക്യാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാം. വിത്ത് ലൈനിങ് ആണോ? ഇല്ല, വിത്ത് ലൈനിങ് അല്ല. നല്ലൊരു സെറ്റാട്ടോ. 1490 നോയാക്കോട്ടയുടെ ആട്ടോ. അപ്പോൾ നോയാക്കോട്ടയുടെ സെറ്റ് ഇടുമ്പോൾ തന്നെ നല്ല സുഖമാട്ടോ. എനിക്കുണ്ട് നോയാക്കോട്ട, നല്ല കളർ ഷെയ്ഡുമാണ്. എൻ്റെ ആ ഷോളിൻ്റെ പ്രത്യേകത ശ്രദ്ധിച്ചോ. ഷോൾ ഇങ്ങനെ ഒരു വശത്ത് രണ്ട് വശവും ഇങ്ങനെ കൊടുത്തിട്ട് ഇവിടെ ജോയിൻ ചെയ്തിട്ട് ഇവിടെ ക്രോഷിയോ ലേസ് കൊടുത്തേക്കുക. നല്ല ഗ്രാൻഡ് ഷോളും നല്ല സെറ്റാണ്. 1499 അല്ലേ? 1490 ആണ്. അടിപൊളി സെറ്റാട്ടോ. നല്ല കളർ ചാർട്ടുമാണ്. ഏതെങ്കിലും കളറേഴ്സൊക്കെ കിട്ടണമൊക്കെ എടുത്തോ. പിന്നെ കോട്ടയാകുമ്പോൾ നമുക്ക് കനവും തോന്നിക്കില്ല, ഇടാനും നല്ല സുഖമാണ്. 1490 പീച്ച്, ലൈലാക്ക്, നല്ല കളേഴ്സ് ഉണ്ട്. അവിടെ കണ്ടോ, നല്ല സൂപ്പർ ഗ്രാൻഡ് മെറ്റീരിയലാണ്. ഒറിജിനൽ നോയാക്കോട്ട ആട്ടോ. അതാണ് ഇത്രയും ഭംഗി. നല്ല കളേഴ്സല്ലേ, പെട്ടെന്ന് എടുത്തു കേട്ടോ. ഇതൊരു നല്ല കോട്ടണിലെ കക്കോബ, ബാക്കിൽ കക്കോബയല്ല കേട്ടോ, നല്ലൊരു ബാത്തിക് പ്രിൻറ്റും. ഇതിൻ്റെ ഷോള് കണ്ടോ, കോട്ട ഷോളാട്ടോ. കോട്ടയിലാണ് ബാത്തിക് പ്രിൻറ്റിൻ്റെ ഷോള്. അതിന് രണ്ട് വശവും ലേസ് വർക്കും ഉണ്ട്. കോട്ടൺ ബോട്ടും ആണ്, സൂപ്പറാണ്. 1390 ആട്ടോ. 1390. ലൈനിങ് ഒന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നല്ല കളർ കോമ്പിനേഷനുകളും ആട്ടോ. ഈ മജന്തയൊക്കെ നമുക്ക് കോട്ടണിൽ ഇങ്ങനെ വലിയ തിളക്കമൊന്നും വരില്ല. ഇത് കണ്ടോ, ഗ്രീൻ, നല്ല കോട്ടൺ ഷോള്. ഈ കോട്ടൺ പ്രേമികൾക്കൊക്കെ ഒത്തിരി നല്ലതാണ്. എന്നുവെച്ചാൽ സ്കിന്നിന് കോട്ടൺ ഇല്ലാണ്ട് ഇടാൻ പറ്റില്ലാത്തവരൊക്കെ ഒത്തിരി പേരുണ്ടല്ലോ ഇപ്പം. അവർക്കൊക്കെ നല്ലതാണ്. ബാക്ക് ഇങ്ങനെയാട്ടോ, നല്ലൊരു ഗ്രീൻ, ഇനി യെല്ലോ, എല്ലാം നല്ല കളേഴ്സാണ്. എനിക്ക് യെല്ലോ വലിയ ഇഷ്ടം. അത് കാരണം യെല്ലോ കാരിന്ന് തന്നെ ചിലപ്പോൾ വിളിക്കും എൻ്റെ കസിൻ സ്വപ്നമൊക്കെ. അതാ തോന്നുന്നത്. മജന്ത, യെല്ലോ, എല്ലാ കളറും എനിക്കിഷ്ടം. അതെ, അടിപൊളി സംഭവം. ലൈലാക്ക് ഈ കളറിന് വലിയ ഡിമാൻഡാണ്. ലൈലാക്കിന് നല്ല സെറ്റാണ്, പെട്ടെന്ന് എടുക്കാം. ഇതൊരു മൊഡാലിൻ്റെ സെറ്റാട്ടോ. മൊഡാൽ സെമി മൊഡാലായിരിക്കും. ഒറിജിനൽ മൊഡാലാണെങ്കിൽ ഈ വിലയ്ക്ക് കിട്ടുമോ? 1599 ഉള്ളൂ. ഇത്രയും നല്ല തിക്കായിട്ട് വർക്കുണ്ട്. കഴുത്തിൽ വീനെക്കിൽ ബോട്ട് ചെയ്ത് നല്ല ലെങ്തും ഉണ്ട്. നല്ലൊരു സെറ്റാണ്. നമുക്ക് വാഷ് ചെയ്യാം സെമി ആകുമ്പോൾ. ഒറിജിനൽ മോഡലും കഴിയാതൊന്നും പ്രോബ്ലം ഇല്ല. അപ്പോൾ വീനക്കാണ്, നല്ല പാറ്റേണാണ്. നമുക്ക് ഫങ്ഷൻ വെയറിനൊക്കെ തയ്ക്കാനും ഒക്കെ ഒരു ഇതാണ്. ഇത് അടിപൊളി സെറ്റാട്ടോ. വലിയ വിലയില്ല. 1590 ആണ് വിലയുള്ളൂ. നല്ല ഒരു റാണി പിങ്ക് 1599 ആട്ടോ.
ഇതൊരു തുണിയുടെ എക്സിബിഷന് പോയപ്പോൾ കിട്ടിയതാണ്. കുറച്ച് വെറൈറ്റി ഇങ്ങനെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയുടെ ഒക്കെ അങ്ങനത്തെ ആയിരുന്നു. കുറച്ചൊക്കെ റീസ്റ്റോക്ക് കിട്ടി, പെട്ടെന്ന് എടുത്തു. നല്ലൊരു കോഫി ബ്രൗൺ, നല്ല ഈ ഷോളിൻ്റെ വർക്കൊക്കെ നല്ല ഹെവി ലുക്കും നല്ല പ്രീമിയം സെറ്റിൻ്റെ ഒരു ലുക്ക് വരും ഇടുമ്പോൾ. 1599 അല്ലേ ഉള്ളൂ. ശരി എന്നാൽ ഇത് റയോണിൻ്റെ ഒരു നല്ല സെറ്റാട്ടോ. ലെങ്തൊക്കെ ഉണ്ട്. ബോട്ടോ ഇങ്ങനെ നല്ല റയോണാണ്. ലൈനിങ് ഒന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ക്രേപ്പ് ഷോളാട്ടോ. പക്ഷേ ഷോളിന് 2.5 നീളമുള്ളൂ. 2.5 മീറ്റർ ഒന്നുമില്ല. 2.5 ഒരിക്കലും കാണാറില്ല, 2.25 കാണാറുള്ളൂ. അപ്പം നല്ല സെറ്റാണ്. വലിയ വിലയില്ല. 999 രൂപയുള്ളൂ. സാധാരണ ക്രേപ്പ് ഷോളൊക്കെ വന്ന സെറ്റിന് നല്ല വില തന്നെയല്ലേ. നല്ല ക്രേപ്പ് ഷോളുമാണ്. പക്ഷേ ലെഗ് നോക്കിയപ്പോൾ 2.5 2.10 ഉള്ളൂ. അപ്പോൾ 1 സൈഡ് ഷോളിന് കുഴപ്പമില്ല. 2 സൈഡ് ഇടുമ്പോൾ എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല. ഇങ്ങനെ കുഴപ്പമില്ല കേട്ടോ. അതെ ഇങ്ങനെ ഇട്ടാൽ ഞാൻ കാണിച്ചേക്കണേ. ഈ ഷോളിന് അത്രയും നീളമുള്ളൂ എന്ന് പറയുക. ഇത് നല്ല സെറ്റാട്ടോ. 999. നല്ല റയോണാകുമ്പോൾ ഇടാനെന്ത് സുഖം, ചേർന്ന് കിടന്നോളും. ഇപ്പോൾ റണ്ണിങ് ആയാലും എല്ലാവരും റയോൺ മെറ്റീരിയൽ വയ്ക്കില്ല. അന്നേരം ഇപ്പോൾ റയോൺ കിട്ടാനുമില്ല. എല്ലാം എന്നെ വർത്തിക്കാനോ അതൊക്കെ ഇച്ചിരി ഒരു മിക്സിങ് ആയതുകൊണ്ട് നമുക്ക് സുഖമില്ല. ഇത് നല്ല സുഖം, നല്ല കളേഴ്സാണ്. നല്ല കളറും നല്ല പ്രിൻറ്റും. ക്രേപ്പ് ഷോളായത് കാരണം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും. പെട്ടെന്ന് എടുത്തു. വെബ്സൈറ്റ് ഇതിലെടുക്കാൻ പറ്റുന്നവർ അങ്ങനെ എടുക്കുക. അല്ലെങ്കിൽ നല്ല മുന്തിരി കളറ്, മുന്തിരിയാണോ മെറൂണ. അപ്പോൾ പെട്ടെന്ന് എടുത്തു. പിന്നെ എന്നാ വിശേഷം എന്ന് പറയട്ടെ. ഇന്നലെ ഞാനിങ്ങനെ നമുക്കൊരു ഇന്നലെയല്ല ഞാൻ റിസർവ് ബാങ്കിൻ്റെ ഈ വിമൺ എൻ്റർപ്രനേഴ്സിൻ്റെ ഒരു ചെറിയ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ചെറുതല്ല, വലിയ മീറ്റിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഷീല കൊച്ചൗസേപ്പൊക്കെ അതൊക്കെ ഒന്ന് അനുഭവതകളൊക്കെ പറയണതും ഇങ്ങനെ അതിൻ്റെ ഹസ്ബൻഡിനെ ഔസേപ്പ് സാറിനെ ഇങ്ങനെ കൊച്ചൗസേപ്പിൻ്റെ ബ്രാ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന. അപ്പോൾ വീട്ടിൽ വന്ന് ദേഷ്യപ്പെടുന്നതും അങ്ങനെയല്ല, നമ്മുടെ നാട്ടിലെ മനുഷ്യരുടെ ആ ഇത്. എന്നിട്ട് പുള്ളിക്കാരി അതിൽ ഉറച്ചു നിന്ന് ഭയങ്കര വലിയ ബിസിനസ്സുകാരി ആയല്ലോ. പിന്നെ ഞാൻ വെന്നിലെ മെമ്പറാണ്. വെന്ന് എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ വിമൻ എൻ്റർപ്രനേഴ്സിൻ്റെ അതിൻ്റെ മീനിങ് അതാ. ഇത് ഫുൾ നെയിം അതാലോ. അത് പുള്ളിക്കാരി ഷീലാമാമും ഒരു ഫ്രണ്ടോടെ കൂടി തുടങ്ങിയതാണ് 2 പേര്. അത് കഴിഞ്ഞിട്ട് 2 പേരുടെ ഫ്രണ്ട്സിനെയും കൂട്ടി വാട്സപ്പ്. പിന്നെ കൂടി ഒത്തിരി മെമ്പേഴ്സായിട്ട് ഒത്തിരി ഉണ്ടെന്ന് തോന്നുന്നില്ല മെമ്പർ. അപ്പോൾ ഇപ്പം അത് ഇങ്ങനെ എല്ലായിടത്തും എറണാകുളം, തിരുവനന്തപുരം എല്ലായിടത്തും ഇപ്പോൾ കോയമ്പത്തൂർ എങ്ങനെ പുറത്തായിട്ടും തുടങ്ങി. അപ്പോൾ 2 പേര് വിചാരിച്ച് ഓരോ കാര്യങ്ങളൊരു പുതിയ ചിന്തയൊക്കെ തുടങ്ങുമ്പോൾ അതിൻ്റെ വളർച്ച തുടങ്ങിയ ആളുടെ കഥ പറയുക. പിന്നെ വേറെ ഒരു കൊച്ച് പിന്നെ ഡെക്കോറ ബെഡ്ഷീറ്റ്, അവർ മോട്ടക്കാരിയായിട്ട് ആ മോളും അതിൻ്റെ ഇതൊക്കെ പറഞ്ഞു. അപ്പോൾ അത് ഇങ്ങനെ ബെഡ്ഷീറ്റ് കൊറോണ കാലത്ത് 3.5 വർഷം കൊണ്ട് വലിയ നല്ല രീതിയിലായി. അപ്പം അത് കൊച്ചൻ്റെ ആയിട്ട് 40 ദിവസമുള്ളൂ. അപ്പം അത് പറയുന്നത് ഓരോ ഓപ്പർച്യൂണിറ്റിക്ക് കിട്ടുമ്പോൾ നമ്മൾ ആ ഓരോ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുത്തണം. ഞാനൊക്കെ ആണെങ്കിൽ ഒന്നിനു വിളിച്ചാലും പോകില്ല, എല്ലായിടത്തും മടിയാണ്. ഒരു ഇങ്ങനെ മാറി നിൽക്കും. നിങ്ങളോട് സംസാരിക്കാൻ മാത്രം ഞാൻ ഭയങ്കര മെഡിക്കുക കേട്ടോ. അല്ലാത്തടത്തൊക്കെ ആ പുള്ളിക്കാരി അങ്ങനെ പറയുക ഭയങ്കര. അപ്പം അങ്ങനെ നമ്മൾ ഒന്നിലും സ്ത്രീകൾ നിരാശപ്പെട്ടിരിക്കുക. ആ പെങ്കൊച്ച് പറഞ്ഞ ഒറ്റ ഒരു കാര്യം, ഞാൻ എൻ്റെ കൊച്ചുങ്ങൾക്ക് വേണ്ടി ഇത് എല്ലാവരും പറഞ്ഞു കുഞ്ഞു പിള്ളേരല്ലേ ഇപ്പോൾ ഇങ്ങനെ ഒരു കമ്പനി തുടങ്ങണോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പിള്ളേർക്ക് വേണ്ടി കമ്പനി തുടങ്ങാണ്ടിരുന്നാൽ എൻ്റെ മക്കൾ വലുതാകുമ്പോൾ അതിലല്ലായിരിക്കും അവർ അഭിമാനിക്കണേ. എൻ്റെ അമ്മ ഒരു ബിസിനസ് ഞങ്ങളെ വെച്ചുകൊണ്ട് ഇത്രയും വലിയ ബിസിനസ്സുകാരി ആയല്ലോ, അതിലാരും അവർ അഭിമാനിക്കണേ. അതെപ്പോഴും ഓർക്കണം കേട്ടോ. ചിലരിങ്ങനെ എല്ലാം ഭയങ്കര മിടുക്കരായിരിക്കും. എന്നിട്ട് മക്കളെ നോക്കാൻ, കുടുംബം നോക്കാൻ അവരുടെ ആ കഴിവും അവരുടെ ആ ഇതെല്ലാം മറന്ന അങ്ങനെയല്ല, മക്കൾ വളർന്നോളും. അമ്മയുടെ ഇതൊക്കെ കാണട്ടെ മക്കൾ. അതെനിക്കൊരു വലിയ പോയിൻ്റായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ ഒരു വിശേഷം പറയാനായിരുന്നു. അപ്പോൾ എല്ലാവരെയും ശുഭ്രൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.